ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പഠിക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ അധികാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എങ്ങനെയെന്ന് നോക്കാം. എക്സാമിനുള്ള ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്താണ് നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്നത്. ഇത് കഴിഞ്ഞ് തേർഡ് ചാപ്റ്റർ നമുക്ക് പഠിക്കാം. ലോകമെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയം നമ്മൾ ഇന്ത്യക്കാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. നാം ഓരോരുത്തരും ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്യും എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രതിജ്ഞ ചെയ്യാം. ഡിസ്ക്രിമിനേഷൻ, അൺഡെമോക്രാറ്റിക് അൺജസ്റ്റ് മെഷേഴ്സ്, കാസ്റ്റ് സിസ്റ്റം, സോഷ്യൽ ഈവിൾസ്, വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് തുടങ്ങിയ ഇഷ്യൂസ് ഇല്ലായ്മ ചെയ്യാൻ ക്രിയേറ്റിംഗ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, വെൽഫെയർ സിസ്റ്റം തുടങ്ങിയ ആശയങ്ങൾ നമുക്ക് ലഭിച്ചു. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ രണ്ട് പ്രധാന പ്രോമിസസ് ആയിരുന്നു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റും കൺസ്ട്രക്ഷൻ ഓഫ് വെൽഫെയർ സ്റ്റേറ്റും. നെഹ്റു പ്രസൻറ്റ് ചെയ്ത ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും ഓബ്ജക്റ്റീവ് റെസൊല്യൂഷനുമാണ് ഇത്തരത്തിലുള്ള ആദ്യ ചുവടുവെപ്പുകൾ. ഓബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്താണ്? ഓബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയെ ഒരു ഇൻഡിപെൻഡൻറ്റ് സോവറിൻ റിപ്പബ്ലിക്കായി മാറ്റുക, ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്ന ഉറച്ച ഒരു തീരുമാനമെടുത്തു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ ഇഷ്ടപ്പെടുന്ന പ്രദേശങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രദേശങ്ങളും ചേർന്നതാണ് ഇൻഡിപെൻഡൻറ്റ് സോവറിൻ ഇന്ത്യ. ഈ ടെറിട്ടറീസിന് സ്വയം ഭരണ അധികാരമുണ്ട്. ദേ ഹാവ് ഓട്ടോണോമസ് പവേഴ്സ്. എല്ലാ ജനങ്ങളുടെയും സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, അതുപോലെ ഇക്വാലിറ്റി, ഫണ്ടമെൻ്റൽ ഫ്രീഡം ഉറപ്പുവരുത്തുക എന്നതുകൂടി ഇവിടെ ഉദ്ദേശിക്കുന്നു. ഡിസംബർ 13, 1946 നെഹ്റു പ്രസൻറ്റ് ചെയ്ത ആശയങ്ങളാണിവ. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാമൂഹികവും സാമ്പത്തികവുമായ ഒരു നീതി എല്ലാവർക്കും ലഭിക്കണം. രാഷ്ട്രീയപരമായ നീതി എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ലഭ്യമാക്കണം. സാമ്പത്തികമായി ഉയർന്നവൻ താഴ്ന്നവൻ എന്ന വ്യത്യാസം ഉണ്ടാവാതിരിക്കുക. അതുപോലെ രാഷ്ട്രീയപരമായിട്ടും എല്ലാവർക്കും ഒരേ രീതിയിൽ മത്സരിക്കാനും പങ്കെടുക്കാനുമുള്ള അവകാശം ഉണ്ടായിരിക്കുക. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, സമൂഹത്തിലുള്ള സ്ഥാനം എല്ലാവർക്കും ഒരുപോലെ തന്നെ, അതുപോലെ അവസരങ്ങളും ഒരുപോലെ തന്നെ ആയിരിക്കണം. ഇക്വാലിറ്റി ബിഫോർ ദ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അതുപോലെ ഫണ്ടമെൻ്റൽ ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ, ബിലീഫ്, വേർഷിപ്പ്, പ്രൊഫഷൻ, അസോസിയേഷൻ ആൻഡ് അസംബ്ലി. അപ്പോൾ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് സ്വാതന്ത്ര്യം വേണം. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ്? അടിസ്ഥാനപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ്? സംസാരിക്കാനുള്ള അവകാശം, ഒരു കാര്യം അഭിപ്രായം പറയാനുള്ള അവകാശം, അതുപോലെ വിശ്വാസങ്ങൾ ഊന്നിയുള്ള ഒരു ജീവിതം. പല വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് ഇന്നുള്ളത്. അപ്പോൾ ഈ വിശ്വാസങ്ങളിൽ ഒരു ഇളക്കം തട്ടാൻ പാടില്ല. ആരാധനാലയങ്ങൾ, അതുപോലെ പലതരത്തിലുള്ള ആരാധനാലയങ്ങളുണ്ട്. അവ സംരക്ഷിക്കപ്പെടണം. അതിന് യാതൊരു തരത്തിലുള്ള അനീതിയും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്നതിനുമുള്ള അവകാശമുണ്ട്. നമുക്ക് ഒത്തുകൂടാനുള്ള അവകാശമുണ്ട്. അതാണ് അസംബ്ലി ആൻഡ് അസോസിയേഷൻ. ഓരോ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശമുണ്ട്. സബ്ജക്റ്റ് ടു ലോ ആൻഡ് പബ്ലിക് മൊറാലിറ്റി ഷാൽ ബി എൻഷുർഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫോർ ഓൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ എല്ലാ ജനങ്ങൾക്കെല്ലാം തന്നെ ഈ നീതി ഉറപ്പുവരുത്തണം. ഇത് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാ തരത്തിലും നമ്മൾ എന്താണ്? ഈക്വലാണ് എന്നാണ് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്നത്. വിച്ച് ഐഡിയാസ് പുട്ട് ഫോർവേഡ് ബൈ ദ നാഷണൽ മൂവ്മെൻറ്റ് were included in the objective resolution? Equality of opportunity, equality before the law, freedom of speech, equality of profession, social, economic and political justice. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ. ഇപ്പം നമ്മുടെ ഭരണഘടനയുടെ ആമുഖമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ആമുഖത്തിലാണ് നമുക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure to all its citizens justice, social, economic, and political, liberty of thought, expression, belief, faith, and worship, equality of status and opportunity, and to promote among them all fraternity, assuring the dignity of the individual and the യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ രാജ്യം എന്താണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്.
പരമാധികാരമാണ്. അതേപോലെ എല്ലാവരും തുല്യരാണ്, സോഷ്യലിസ്റ്റാണ്, സെക്യുലറാണ്, മതേതരമാണ്. ഒരു പ്രധാനപ്പെട്ടതായിട്ടൊരു പ്രത്യേക മതമൊന്നുമില്ല. എല്ലാ മതങ്ങളും ഒരുപോലെയാണ്. അതുപോലെ ജനങ്ങളാണ് അവിടെ ഭരിക്കുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി നമ്മുടെ ഇന്ത്യ ആയിരിക്കുന്നു. അതുപോലെ എല്ലാ ജനങ്ങൾക്കും നൽകപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ പ്രത്യേകമായി എടുത്തൂന്നി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് ഉണ്ട്, നീതിയുണ്ട്, സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് നമുക്ക് നൽകുന്നുണ്ട്. ലിബർട്ടി, ഏതൊക്കെ തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ്? തോട്ട്, എക്സ്പ്രഷൻ, ബിലീവ്, ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ്. ചിന്തിക്കാനും അത് എക്സ്പ്രസ് ചെയ്യാനും വിശ്വസിക്കാനും ആരാധിക്കാനുമുള്ള അവകാശമുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. എവിടെയൊക്കെയാണ് നമുക്ക് ഇക്വാലിറ്റി ഉള്ളത്, സമത്വമുള്ളത്, എല്ലാവരും ഈക്വൽ ആയിട്ടുള്ളത്? സമൂഹത്തിൽ എല്ലാവരും ഈക്വലാണ്. അതുപോലെ അവസരങ്ങളും ഈക്വലാണ്. അതുപോലെ ഫ്രെറ്റേണിറ്റി പറയുന്നുണ്ട്. എന്താണ് ഫ്രെറ്റേണിറ്റി? സാഹോദര്യം. അതായത് നമ്മൾ ഇന്ത്യക്കാരെല്ലാം സഹോദരി സഹോദരന്മാരാണ്. ഈ കാര്യങ്ങളെല്ലാം ഉറപ്പ് നൽകുന്നുണ്ട് നമ്മുടെ പ്രിയാമ്പിൾ. ഇനി ഈ പ്രിയാമ്പിളിൽ അവസാനം പറയുന്ന ഭാഗം എന്താണ്? ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദിസ് 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution. ഈ ഭരണഘടന നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. അത് നമ്മൾ എന്നാണ് സ്വീകരിക്കുന്നത്? ഈ 26-ാം തീയതി, നവംബർ 26-ാം തീയതി 1949 നാം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സ്വീകരിക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. ഐഡൻറ്റിഫൈ ദ ഐഡിയാസ് പ്രസൻറ്റഡ് ഇൻ ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ that were included in the preamble of the Constitution of India and compare them. നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിയാമ്പിൾ നോക്കി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലുള്ള പല കാര്യങ്ങളും തന്നെയാണ് പ്രിയാമ്പിളിൽ ചേർത്തിട്ടുള്ളത്. ഏതൊക്കെയെന്ന് നോക്കാം. സോവറിറ്റി ഓഫ് പീപ്പിൾ, സെക്യുലറിസം, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ, ബിലീഫ്, വർഷിപ്പ്. ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ അഥവാ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഡിസംബർ 6, 1946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപം കൊടുത്തു. ഈ കമ്മിറ്റിയാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപം കൊടുത്തത്. നമ്മുടെ ഭരണഘടനയ്ക്ക് 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂളും 22 ഭാഗങ്ങളും ഉണ്ട്. നാം ഭരണഘടന രൂപീകരിക്കുന്നതിന് ഏകദേശം 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 26 ജനുവരി 1950 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ ആശയങ്ങളും അതുപോലെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലെ ആശയങ്ങളും നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി മാറി. നമുക്ക് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തെല്ലാമെന്ന് നോക്കാം. നമ്മുടെ ഭരണഘടന എഴുതപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതുപോലെ ലാർജസ്റ്റുമാണ്. അപ്പോൾ ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? പാർലമെൻ്ററി ഡെമോക്രസി. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ തന്നെയാണ് പാർലമെൻറ്റിലുള്ളത്. അതാണ് MP-മാർ. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു ഫീച്ചറാണ് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ. ഇന്ത്യൻ ഭരണഘടന റിജിഡാണ്, അതുപോലെ ഫ്ലെക്സിബിളുമാണ്, അയഞ്ഞതുമാണ്, ദൃഢമായതുമാണ്. ജനങ്ങളുടെ അവകാശങ്ങളും കടമകളുമാണ് അടുത്ത പ്രത്യേകത. എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സ്റ്റേറ്റിന് അതിൻ്റേതായ ചില നയങ്ങളുണ്ട്. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നെക്സ്റ്റ് നമുക്കൊരു ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വേറൊരു ഫീച്ചറാണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. അതായത് പാർലമെൻറ്റിൽ 2 ഹൗസസ് ആണുള്ളത്, ലോവർ ഹൗസ് ആൻഡ് അപ്പർ ഹൗസ്, അതായത് രാജ്യസഭ ആൻഡ് ലോക്സഭ. അടുത്ത ഫീച്ചറാണ് ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്. ഓരോ സ്റ്റേറ്റുകൾക്കും അതിൻ്റേതായ പവേഴ്സ് ഉണ്ട്. ഒരു ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഫെഡറൽ ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ്റും ചേർന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണം. ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. ഒരു ജുഡീഷ്യറിക്ക് അതിൻ്റേതായ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ഉള്ള അധികാരമുണ്ട്. ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് ബോഡി. നെക്സ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ അവ ഇൻഡിപെൻഡൻ്റ് ആണ്.
ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് അബൌട്ട് 1.5 million വേർഡ്സ്. ഇത് കോംപ്രിഹെൻസീവ് ആണ്, എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അതായത് എല്ലാ കാര്യങ്ങളും, ജീവിതത്തിൻ്റെ തുറകളിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും തന്നെ വിട്ടുപോകാതെ ചേർത്തിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. അതുപോലെ ഇത് എക്സ്റ്റെൻസീവ് ഡോക്യുമെൻ്റാണ്, ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് കണ്ടന്റ് കൺസിഡറിങ് ദ ഡൈവേഴ്സിറ്റി ആൻഡ് വാസ്റ്റ്നെസ് ഓഫ് ദ കൺട്രി. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയെക്കുറിച്ചും വാസ്റ്റ്നെസ്സിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭരണഘടനയിൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് നോക്കാം, പാർലമെൻ്ററി ഡെമോക്രസി. പാർലമെൻ്ററി ഡെമോക്രസി എന്താണെന്ന് നമ്മൾ നേരത്തെ നോക്കി. എന്താണ്? മെമ്പേഴ്സ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ആർ ഡ്രോൺ ഫ്രം ദ ലെജിസ്ലേച്ചർ ആൻഡ് ദ ലെജിസ്ലേച്ചർ കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ്. അപ്പം എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുന്നത് ലെജിസ്ലേച്ചറിൽ നിന്നാണ്. ഈ ലെജിസ്ലേച്ചറിന് എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരവുമുണ്ട്. നമ്മുടെ ഭരണഘടന റിജിഡാണ്, ഫ്ലെക്സിബിളാണ്. എന്തുകൊണ്ടാണ് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്? ടു അമെൻഡ് സർട്ടൻ പ്രൊവിഷ്യൻസ് സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ഷാൽ ബി ഫോളോഡ്. ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില മെത്തേഡുകൾ, ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, അവിടെ അത് മാറ്റം വരുത്തണമെങ്കിൽ ചില രീതികളുണ്ട്. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ബട്ട് സം അതേഴ്സ് ക്യാൻ ബി അമെൻഡഡ് ഇൻ ദ ഓർഡിനറി ലെജിസ്ലേറ്റീവ് മാനർ. അതായത് ചില നിയമങ്ങളിൽ മാറ്റം വരുത്താൻ ലെജിസ്ലേച്ചറിന് സാധിക്കും, അവിടെ സർട്ടൻ പ്രൊസീജിയേഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല. അടുത്ത ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദ സ്റ്റേറ്റ് ടു എവറി ഇൻഡിവിജ്വൽ. എല്ലാവർക്കും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അവകാശങ്ങൾ ആർക്കും നിഷേധിക്കപ്പെടുന്നില്ല. അത് ഭരണഘടന ഉറപ്പു തരുന്ന ഒരു കാര്യമാണ്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സിറ്റിസൺസ് ടുവേർഡ്സ് ദ സ്റ്റേറ്റ് ആൻഡ് ദ സൊസൈറ്റി. ജനങ്ങൾക്ക് അതുപോലെ തന്നെ തൻ്റെ രാജ്യത്തോടും സമൂഹത്തിനോടും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അവനത് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് നിർബന്ധമല്ല, പക്ഷെ അവനത് ചെയ്തിരിക്കണം. അങ്ങനെയാണ്, നിർബന്ധം പറയുന്നില്ല, റെസ്പോൺസിബിൾ ആണ് അവൻ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ദ ഡയറക്ഷൻ ഗിവൺ ടു ദ സ്റ്റേറ്റ് ഫോർ ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ നേഷൻ. രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അതുപോലെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടുന്ന ഡയറക്ഷൻസ് നൽകുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അടുത്ത ബൈ കാമറൽ ലെജിസ്ലേച്ചർ. ലോവർ ഹൗസും അപ്പർ ഹൗസും ചേർന്നതാണ് നമ്മുടെ പാർലമെൻറ്റ്. അപ്പോൾ ഇവിടെ ലോവർ ഹൗസിൽ വരുന്നത് ആരൊക്കെയാണ്? റെപ്രസെൻറ്റ്സ് ദ ഹോൾ പീപ്പിൾ. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ലോവർ ഹൗസിലുള്ളത്. എന്നാൽ അപ്പർ ഹൗസിൽ സ്റ്റേറ്റിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് രാജ്യസഭയിൽ വരുന്നത്. അപ്പോൾ ഇവർക്ക് ലെജിസ്ലേച്ചറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സെക്കൻഡ് തോട്ടിന് വേണ്ടിയിട്ടുള്ള അധികാരം ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്. ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അതാണ് ഫെഡറലിസം. അതായത് പവറുകൾ, അധികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റിനും സെൻട്രലിനും വേണ്ടുന്ന അധികാരങ്ങൾ ഡിവൈഡ് ചെയ്തതാണ് ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്. ഹൗവർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷ്രൈൻസ് സം സ്പെഷ്യൽ പവേഴ്സ് that give the center an upper hand. അപ്പം ഭരണഘടന സെൻട്രൽ ഗവൺമെൻറ്റിന്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിന് ചില പവേഴ്സ് നൽകിയിട്ടുണ്ട് സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യാനായി. ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. നമ്മുടെ ജുഡീഷ്യറിക്ക് എന്താണ്? ജുഡീഷ്യറിക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് നേച്ചറുണ്ട്. ജുഡീഷ്യറി സിസ്റ്റം ഫ്രീ ഫ്രം ദ കൺട്രോൾ ഓഫ് ദ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും നിയന്ത്രണത്തിലല്ല ഇന്ത്യൻ ജുഡീഷ്യറി. ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു മേക്ക് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ബ്രോഡ് ആൻഡ് മീനിങ്. നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റം മീനിങ് ആവുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതൊരു അർത്ഥവത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വൈ ഇന്ത്യ അഡോപ്റ്റഡ് ദ ഫെഡറൽ സിസ്റ്റം? To strengthen democracy through power sharing between the center and the state. സ്റ്റേറ്റിനും സെൻറ്ററിനും ഇടയിൽ പവറുകൾ ഷെയർ ചെയ്തു കൊടുത്ത് നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കുക എന്നതാണ് ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം. പ്രൊമോഷൻ ഓഫ് ഡെമോക്രസി. ഡെമോക്രസി ഫോളോ ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അടുത്ത പ്രൊട്ടക്ഷൻ ഓഫ് റീജിയണൽ ഇൻട്രസ്റ്റ്.
ഓരോ പ്രാദേശികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി, കൂടുതൽ കാര്യക്ഷമമായ ഭരണ സൗകര്യങ്ങൾ ഉണ്ടാക്കുക. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഭരണഘടനാ അടിസ്ഥാനത്തിൽ ഡിവിഷൻ ഓഫ് പവേഴ്സ്, അഡ്മിനിസ്ട്രേഷനിൽ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ടാക്കുക. അതാണ് ഫെഡറലിസം. ഫെഡറലിസം ഈസ് എ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ വിച്ച് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ടു ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് എൻ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ് ഇൻ വിച്ച് ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെയർ ദ പവർ. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും പവേഴ്സ് ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദ ബേസിക് ഫീച്ചർ ഓഫ് ഫെഡറലിസം ആർ കൺസിഡേർഡ് ടു ബി, എന്തൊക്കെയാണ് ബേസിക് ഫീച്ചർ എന്ന് നോക്കാം. കൺസിഡേർഡ് ടു ബി റിട്ടൺ ആൻഡ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിവിഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. അപ്പം ഒരു ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ അല്ലെങ്കിൽ ബേസിക് ഫീച്ചേഴ്സാണ് അവിടെ ഒരു റിട്ടൺ ഭരണഘടന, അതുപോലെ ഒരു റിജിഡ് ഭരണഘടന ഉണ്ടായിരിക്കുക, പവേഴ്സ് ഡിവൈഡ് ചെയ്തു കൊടുക്കുക, ഒരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഉണ്ടാവുക. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. Name the territory of the Union. India, that is Bharat, shall be a union of states. The states and their territory shall be those specified in the first schedule. Territories of India shall comprise territories of the states, the union territories specified in the first schedule, and such other territories as may be acquired. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റുകളും പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ടെറിട്ടറി അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ വായിച്ചിട്ടുള്ള ഭാഗം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 ആണ്. ഇത് പ്രകാരം ഇന്ത്യ എന്താണ് അല്ലെങ്കിൽ ഭാരതം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്തും ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണെന്ന കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും കൂടെ നമുക്ക് നോക്കാം. എ കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്. അപ്പോൾ സെൻറ്ററിനും സ്റ്റേറ്റിനും പൊതുവായൊരു ഭരണഘടന ഉണ്ടായിരിക്കുക. അതുപോലെ സോവറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സുപ്രീം സ്ഥാനമാണുള്ളത്, ടോപ്പ് സ്ഥാനമാണുള്ളത്. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇന്ത്യക്കാരനാണ്, എല്ലാവരും ഇന്ത്യക്കാരനാണ് എന്നുള്ള, അതായത് ഇന്ത്യക്കാരനാണ് എന്നുള്ള ഒരു സിറ്റിസൺഷിപ്പാണുള്ളത്. അതായത് 2 സിറ്റിസൺഷിപ്പ് ഇല്ല, ഒന്ന് സ്റ്റേറ്റിനും ഒന്ന് സെൻട്രലിനും, അങ്ങനെ രണ്ടായിട്ടില്ല, ഇന്ത്യക്കാരാണ് നമ്മൾ. The center has an upper hand in the powers to amend the constitution. കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്താൻ സെൻറ്ററിനാണ് കൂടുതൽ പവേഴ്സ് ഉള്ളത്. ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ, അപ്പർ ഹൗസും ലോവർ ഹൗസും ചേർന്നിട്ടുള്ളതാണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്, പവറുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിനും സ്റ്റേറ്റിനും. നെക്സ്റ്റ്, ഇൻ ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് മോർ സബ്ജക്റ്റ് ആൻഡ് കീ പവേഴ്സ് ആർ വിത്ത് ദ സെൻറ്റർ, കൂടുതലും പവേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ദ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണ്, അതുപോലെ ഇംപാർഷ്യലാണ്. ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരമില്ല. ക്വാസി ഫെഡറൽ സിസ്റ്റം, ക്വാസി ഫോം ഓഫ് ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഡിവിഷൻ ഓഫ് പവേഴ്സ് എങ്ങനെയാണ് നൽകിയിട്ടുള്ളതെന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 7th ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് us examine the 7th schedule of the constitution. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ആൻഡ് റെസിഡ്യൂറി പവേഴ്സ്. ഈ ഓരോ ലിസ്റ്റിലും അധികാരങ്ങൾ എങ്ങനെയാണ് നൽകിയിട്ടുള്ളത് നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ എങ്ങനെയാണ് അധികാരം നൽകിയിട്ടുള്ളത്? ദിസ് ഈസ് എ ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് ഓഫ് വിച്ച് ദ യൂണിയൻ ഗവൺമെൻറ് ഹാസ് എക്സ്ക്ലൂസീവ് ലോ മേക്കിംഗ് പവേഴ്സ്. നിയമനിർമ്മാണത്തിന് കൂടുതലായിട്ടും പവേഴ്സ് നൽകിയിട്ടുള്ളത് യൂണിയൻ ഗവൺമെൻറ്റാണ്. When the constitution came into force, there were 97 subjects. ഇന്ത്യൻ ഭരണഘടന വരുന്ന സമയത്ത് 97 സബ്ജക്ട്സ് ആയിരുന്നു അല്ലെങ്കിൽ വിഷയങ്ങളായിരുന്നു ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഫോറിൻ അഫെയർസ്, ഡിഫൻസ്, റെയിൽവേ, ബാങ്കിങ്, ഈ വക കാര്യങ്ങളിലെല്ലാം കൂടുതൽ പവേഴ്സ് ആർക്കാണുള്ളത് അല്ലെങ്കിൽ ഇവ നൽകിയിരിക്കുന്നത് യൂണിയൻ ഗവൺമെൻറ്റിനാണ്. അടുത്ത സ്റ്റേറ്റ് ലിസ്റ്റ്. This is a list of subjects of which the state government have legislative power in normal circumstances. അപ്പോൾ തുടക്കത്തിൽ 66 സബ്ജക്റ്റ് മാത്രമായിരുന്നു. ഈ ലിസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്
ലെജിസ്ലേറ്റീവ് പവർ നൽകുന്ന ഒന്നാണ്. എക്സാമ്പിളാണ് അഗ്രികൾച്ചർ, ജയിൽ, പോലീസ്, ലോക്കൽ ഗവൺമെൻറ്. ഈ വക കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കൂടുതൽ പവേഴ്സ് ഉള്ളത്. കൺകറന്റ് ലിസ്റ്റ്. ദിസ് ഈസ് എ ലിസ്റ്റ് ഓഫ് സബ്ജക്റ്റ് ഓഫ് വിച്ച് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് ലെജിസ്ലേറ്റീവ് പവർ. നിയമനിർമ്മാണം നടത്തുന്നതിൽ കൂടുതൽ പവേഴ്സ് രണ്ട് ഗവൺമെൻറ്റും നൽകുന്ന ഒന്നാണ് കൺകറന്റ് ലിസ്റ്റ്. ഇവിടെ 47 സബ്ജക്ട്സുകളാണ്. എഡ്യൂക്കേഷൻ, ഫോറസ്ട്രി, ട്രേഡ് യൂണിയൻ, മാരേജ്, ബർത്ത് ആൻഡ് ഡെത്ത്, രജിസ്ട്രേഷൻ മുതലായ കാര്യങ്ങൾ അല്ലെങ്കിൽ മുതലായ സബ്ജക്ട്സ് ഉൾപ്പെടുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്. അടുത്ത റെസിജ്വറി പവേഴ്സ്. സബ്ജക്റ്റ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എബവ് 3 ലിസ്റ്റ് ആർ കോൾഡ് റെസിജ്വറി പവേഴ്സ്. ഈ 3 ലിസ്റ്റിലും പെടാത്തത്, അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തതാണ് കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് റെസിജ്വറി പവേഴ്സ്. The legislative power over these items are vested in the central government. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റാണ് അധികാരം നൽകിയിട്ടുള്ളത്. എക്സാമ്പിളായിട്ട് സൈബർ ലോ. Have you noticed the new headlines given above? Note which list these topics belong to. അപ്പോൾ നമുക്കിവിടെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അങ്ങനെ 3 കോളമായി തന്നിട്ടുണ്ട്. ആ ഓരോന്നും ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഓരോന്നും ഏത് ലിസ്റ്റിലാണ് പെടുന്നതെന്ന് നോക്കാം. ന്യൂ ട്രെയിൻ അലൗഡ് ടു കേരള. അപ്പോൾ ഇത് എന്തായാലും നമുക്കറിയാം ട്രെയിൻ ഏതാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൽ പെടുന്നതാണ്. അപ്പോൾ അത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണ്. ന്യൂ ട്രെയിൻ അലൗഡ് ടു കേരള എഴുതേണ്ടത് യൂണിയൻ ലിസ്റ്റിലാണ്. ഇന്ത്യ സൈൻസ് ഡിപ്ലോമാറ്റിക് എഗ്രിമെൻറ്റ് വിത്ത് ശ്രീലങ്ക. അപ്പോൾ 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ് വരുമ്പോൾ എന്താണ്, അത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണ്. ജയിൽ റൂൾസ് വർ റിവൈസ്ഡ്. അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. ജയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ് അഗ്രികൾച്ചർ, ജയിൽ, പോലീസ്. അപ്പോൾ ഇതെന്തായാലും സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. റിവൈസിങ് ദ സ്ട്രക്ചർ ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ്. ഇത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. എഡ്യൂക്കേഷൻ, ഫോറസ്ട്രി ഒക്കെ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. നാഷണൽ ഫോറസ്റ്റ് പോളിസി അനൗൺസ്ഡ്. ഇതും കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. ന്യൂ പോലീസ് പോളിസി അനൗൺസ്ഡ്. ഇത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. നമ്മുടെ ഭരണഘടന എപ്രകാരമായിരിക്കണം, അതിൻ്റെ എന്താ പറയുക, നമ്മുടെ ഫോം ഓഫ് ഗവൺമെൻറ് ഒരിക്കലും ഒരു ടിറണി ആവാൻ പാടില്ല, അതായത് സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണമാവരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഡോക്ടർ അംബേദ്കറിൻ്റെ ഒരു സ്പീച്ച് നമുക്കിവിടെ ശ്രദ്ധിച്ച് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ്. ഒരു അടിസ്ഥാനപരമായ ഒരു ഡോക്യുമെൻ്റാണ് എന്ത്, നമ്മുടെ ഭരണഘടന. അത് എന്ത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്? ഇറ്റ് ഡിഫൈൻസ് ദ പൊസിഷൻ ആൻഡ് പവേഴ്സ് ഓഫ് 3 ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്: ദ എക്സിക്യൂട്ടീവ്, ദ ജുഡീഷ്യറി ആൻഡ് ദ ലെജിസ്ലേച്ചർ. ദ പേർപ്പസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് not only to create the institutions of government but also to limit their powers. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ പേർപ്പസ് എന്താണ്, ലക്ഷ്യം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല അതിൻ്റെ പവേഴ്സിനെ നിയന്ത്രിക്കുക കൂടി ചെയ്യുന്നതാണ് നമ്മുടെ ഭരണഘടന. അങ്ങനെയുള്ള ഒരു ഭരണഘടനയാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യം തന്നെ, പേർപ്പസ് തന്നെ. ഇഫ് നോ ലിമിറ്റേഷൻ ഈസ് പ്ലേസ്ഡ് ഓൺ ദ പവർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻസ് there will be total tyranny and total oppression. ഇപ്പോൾ ശരിയായ രീതിയിലുള്ള ഒരു ലിമിറ്റേഷൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണം എന്തായി മാറും? അത് സ്വേച്ഛാധിപത്യമായി മാറും. അതാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. Have you noticed Dr. B.R. Ambedkar's observation about the separation of powers stipulated in our constitution? The constitution has taken care to prevent the concentration of power in any one of these. അപ്പോൾ നിങ്ങൾ നേരത്തെ അംബേദ്കർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പാഠവങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പം അതിൽ നിന്ന് മനസ്സിലായത് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് പവർ ഈ 3 വിഭാഗങ്ങൾക്കും നൽകിയിട്ടില്ല എന്നാണ്. അതായത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിക്കും മുഴുവൻ പവറും നൽകിയിട്ടില്ല. അപ്പം മുഴുവൻ പവർ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? അവിടെ ഡിക്റ്റേറ്റർഷിപ്പ് ആവും, സ്വേച്ഛാധിപത്യമാവും. ഹിറ്റ്ലറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം ഒരു സ്വേച്ഛാധിപത്യ ഭരണാധികാരിയാണ്, അതായത് ഡിക്റ്റേറ്ററാണ്, ഡിക്റ്റേറ്റർഷിപ്പ് കൊണ്ട് നടന്ന ഒരാളാണ്. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു ഭരണമായി മാറും. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് ഒക്കെ നമ്മുടെ ഭരണഘടന ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഈ 3 എണ്ണത്തിനും അതിൻ്റെതായ സ്ട്രക്ചർ, പവേഴ്സ്, അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നോക്കാം. ലെജിസ്ലേച്ചറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ദ ലെജിസ്ലേറ്റീവ് ബോഡി ഓഫ് ഇന്ത്യ ഈസ് കോൾഡ് പാർലമെൻറ്റ്. അപ്പോൾ ഇന്ത്യയുടെ ലെജിസ്ലേറ്റീവ് ബോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർലമെൻറ്റ് പറയുന്നത്. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലെജിസ്ലേറ്റീവ് ബോഡി ഓഫ് ഇന്ത്യ. ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പാർലമെൻറ്റ് ഈസ് ടു മേക്ക് ലോസ് ഫോർ ദ കൺട്രി. അപ്പോൾ
നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്ന നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ലെജിസ്ലേച്ചറിൻ്റെ നിയമനിർമ്മാണ സഭ. കേട്ടിട്ടില്ലേ? അപ്പോൾ നിയമം നിർമ്മിക്കുക, അതാണ് പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. Legislation is made to anticipate the various aspirations of the people, to meet the changes over time and to achieve new goals. അപ്പം മാറ്റങ്ങൾക്കനുസരിച്ചും പുതിയ ലക്ഷ്യങ്ങൾക്കനുസരിച്ചും അതിന് നിയമങ്ങളെ ശരിയായ രീതിയിൽ ഉണ്ടാക്കുക. The Parliament of India is a bicameral legislature consisting of 2 houses. ഇപ്പോൾ 2 houses ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ പാർലമെൻറ്റ്, അതായത് ലോക്സഭയും രാജ്യസഭയും. അതുകൊണ്ടാണ് നമ്മൾ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ബൈകാമറൽ ലെജിസ്ലേച്ചർ. കൺട്രീസ് ഓഫ് എ ലാർജർ സൈസ് ആൻഡ് ഡൈവേഴ്സിറ്റി യൂഷ്വലി ഹാവ് ബൈകാമറൽ ലെജിസ്ലേച്ചർ. ഇപ്പം വലിയൊരു രാജ്യത്തിനും അതുപോലെ ഡൈവേഴ്സ് ആയിട്ടുള്ള പീപ്പിൾസ് താമസിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത്? ബൈകാമറൽ ലെജിസ്ലേച്ചറാണ് വേണ്ടത്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ റെപ്രസെൻറ്റിംഗ് ദ ഡൈവേഴ്സിറ്റി, അതായത് പീപ്പിൾ ആൻഡ് റീജിയൻസ് ഓഫ് ദ കൺട്രി. അപ്പോൾ രാജ്യത്തുള്ള ആളുകൾ, പലതരത്തിലുള്ള ആളുകളുണ്ട്, പല ഭാഷ സംസാരിക്കുന്നുണ്ട്, പല മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മുടെ പാർലമെൻറ്റിൽ ഉണ്ടാവുക. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്റിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ബൈകാമറൽ ലെജിസ്ലേച്ചർ. ഇൻ അഡീഷൻ, ബൈകാമറൽ ലെജിസ്ലേച്ചേഴ്സ് പ്ലേ എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എനാബിളിംഗ് ഡെമോക്രാറ്റിക് ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ്. അപ്പോൾ ഇത് വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. എന്താണ് ഇത്? ഡെമോക്രാറ്റിക് ഡിസ്കഷൻസും ഡിബേറ്റ്സും നടത്തുന്നതിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ ഉണ്ടാവുന്നു. സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു മേക്ക് ലോസ് ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന് വേണ്ടുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സംസ്ഥാന നിയമസഭകളാണ് അവയ്ക്ക് വേണ്ടുന്ന നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ലെറ്റ് us familiarize with the functions of the legislature. എന്തൊക്കെയാണ് നമ്മുടെ ലെജിസ്ലേച്ചറിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ലോ മേക്കിംഗ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് എന്താണ്? ആക്ട് ആസ് എ കസ്റ്റോഡിയൻ ഓഫ് ദ പബ്ലിക് ട്രഷറി. പൊതുഖജനാവിൻ്റെ കസ്റ്റോഡിയനാണ്, സംരക്ഷകനാണ് ആര്? നമ്മുടെ ലെജിസ്ലേച്ചർ. പിന്നെ അടുത്ത ഫങ്ഷൻ എന്താണ്? പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. പ്രസിഡന്റ് ഇലക്ഷനും അതേപോലെ വൈസ് പ്രസിഡന്റ് ഇലക്ഷനിലും പങ്കെടുക്കുന്നതാണ് ലെജിസ്ലേച്ചറിൻ്റെ മറ്റൊരു ഫങ്ഷൻ. ടു കൺട്രോൾ ദ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. അതുപോലെ ആക്ട് ആസ് ജുഡീഷ്യൽ അതോറിറ്റി ഇൻ ഇംപീച്ച്മെൻറ്റ് വഴി മന്ത്രിമാരെ പുറത്താക്കുക. ഭരണാധിപന്മാർ എന്തെങ്കിലും അവിശ്വാസമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് അവിടെ നിന്ന് പുറത്താക്കാനുള്ളൊരു അധികാരം കൂടെ ലെജിസ്ലേച്ചറിന് നൽകിയിട്ടുണ്ട്. കൺസിഡർ ആൻഡ് ഗിവ് അസെന്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഇപ്പം എന്താ പറയുക, ഭരണഘടനാപരമായ ഭേദഗതികൾ ചെയ്യുന്നതിന് അത് പരിഗണിക്കുന്നതിനുമുള്ള അധികാരം ലെജിസ്ലേച്ചറിന് കൊടുത്തിട്ടുണ്ട്. പാർലമെൻറ്റിന് 2 ഹൗസസ് ആണുള്ളത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഏതൊക്കെയാണ് ഈ 2 ഹൗസസ്? ലോക്സഭയും രാജ്യസഭയുമാണ് പാർലമെൻറ്റിൻ്റെ 2 ഇരുസഭകൾ, 2 ഹൗസസ്. ലോക്സഭ എന്താണെന്ന് നോക്കാം. ലോക്സഭ ഈസ് ദ ലോവർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ ലോവർ ഹൗസാണ് ലോക്സഭ. പാർലമെൻറ്റിൻ്റെ അപ്പർ ഹൗസാണ് രാജ്യസഭ. അപ്പോൾ ഈ ലോവർ ഹൗസിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ജനങ്ങളാണ്. ബൈ ദ പീപ്പിൾ ഓൺ എ majority system. Members of Lok Sabha are elected directly by the people on a majority system. Indian citizens who have completed 25 years of age are eligible to contest in Lok Sabha election. ലോക് സഭയിലേക്ക്, അതായത് ലോക്സഭ മെമ്പർ ഓഫ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രായപരിധി എത്രയാണ്? 25 വയസ്സ് ആണ്. 25 വയസ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആർക്കും MP ആയിട്ട് നിൽക്കാം, ലോക്സഭ മെമ്പറായി നിൽക്കാം. The term of Lok Sabha is 5 years. 5 വർഷമാണ് ലോക്സഭയുടെ കാലാവധി. മാക്സിമം സ്ട്രെങ്ത് എത്രയാണുള്ളത്? 550. അതായത് അവിടെ 550 ആളുകളാണ് ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം. ബട്ട് അറ്റ് പ്രസൻറ്റ് ദർ ആർ 543 മെമ്പേഴ്സ് ഇൻ ലോക്സഭ. പക്ഷേ ഇപ്പം 2023 അനുസരിച്ച് 543 ആണ് ലോക്സഭ മെമ്പേഴ്സിൻ്റെ എണ്ണം. The formation and existence of governments
ഈസ് പോസിബിൾ ഓൺ ദ ബേസിസ് ഓഫ് ദ മെജോറിറ്റി ഇൻ ദ ലോക്സഭ. അപ്പോൾ ലോക്സഭയിലെ പാർട്ടികൾ അല്ലെങ്കിൽ പാർട്ടി പ്രതിനിധികളുടെ എണ്ണം എത്രയാണോ അത് മെജോറിറ്റി നോക്കിയാണ് അവിടെ സീറ്റുകളും അതുപോലെ ഏത് ഗവൺമെൻറ്റാണ് വരുന്നതെന്നും തീരുമാനിക്കുന്നത്. The formation and existence of government is possible on the basis of majority in the ലോക്സഭ. അപ്പോൾ മെജോറിറ്റി പാർട്ടി ഏതാണ് അതിൻ്റെ ബേസിലാണ് ഗവൺമെൻറ് രൂപീകൃതമാകുന്നത്. When a party or coalition fails to form a government or the ruling party or its coalition loses its majority, the country goes to a general election. എപ്പോഴെങ്കിലും ഒരു പാർട്ടിക്ക് കൂട്ടുകക്ഷി നഷ്ടപ്പെടുകയാണ്, അതായത് ഒരു പാർട്ടിക്ക് ഏകദേശം ഒരു മെജോറിറ്റിൻ്റെ അടുത്തുണ്ട്, അപ്പോൾ വേറൊരു പാർട്ടീൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ആ പാർട്ടിയായിരിക്കും ഭരണത്തിൽ വരിക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കൂടെ നിൽക്കുന്ന പാർട്ടികൾ കാല് മാറിയിട്ടുണ്ടെങ്കിൽ, അവർ കൂടെ നിൽക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ റൂളിംഗ് പാർട്ടിക്കും ഈ കൂട്ടുകക്ഷി ഭരണഘടനയും അവിടെ മെജോറിറ്റി നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം അവിടെ എന്ത് സംഭവിക്കും? ആ ഗവൺമെൻറ് അവിടെ ഇല്ലാതായി മാറുകയാണ്, പുതിയൊരു ഇലക്ഷൻ നടത്തേണ്ടി വരും. ദ ലോക്സഭ ഈസ് ചെയർഡ് ബൈ ദ സ്പീക്കർ. ലോക്സഭ നടത്തിക്കുന്നത് ആരാണ്? സ്പീക്കറാണ്. ഇറ്റ് ഹാസ് മോർ പവേഴ്സ് ദാൻ ദ രാജ്യസഭ ഓൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. ഇപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ രാജ്യസഭേനെക്കാട്ടും കൂടുതൽ പവർ ലോക്സഭയ്ക്കാണുള്ളത്. ദ ബിൽസ് ആൻഡ് നോൺ കോൺഫിഡൻസ് മോഷൻ ആർ പ്രസൻറ്റഡ് ഇൻ ദ ലോക്സഭ. ലോക്സഭയിലാണ് മണി ബിൽ അതേപോലെ അവിശ്വാസ പ്രമേയം ഒക്കെ കൊണ്ടുവരുന്നത് ലോക്സഭയിലാണ്. അതായത് ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും ഒരു എന്താ പറയുക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു വോട്ടെടുപ്പ് നടത്തും. ആ വോട്ടെടുപ്പിൽ ഇവർക്ക് വോട്ട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി പിന്നെ അധികാരത്തിൽ നിന്ന് പുറത്താവും. അതാണ് നോൺ കോൺഫിഡൻസ് മോഷൻ. രാജ്യസഭ ഈസ് ദ അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ അപ്പർ ഹൗസാണ് രാജ്യസഭ. ഇറ്റ് ഈസ് ദ ഹൗസ് ഇൻ വിച്ച് റെപ്രസെൻറ്റേഷൻ ഈസ് ഗിവൺ ടു ദ സ്റ്റേറ്റ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ പോപ്പുലേഷൻ. അപ്പോൾ രാജ്യത്തെ പോപ്പുലേഷൻ ആനുപാതികമായി ഓരോ സ്റ്റേറ്റിലും അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ വരുന്നതാണ് രാജ്യസഭ. മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ ആർ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ സിറ്റിസൺസ് ഹു ഹാവ് കംപ്ലീറ്റഡ് 30 years ഓഫ് ഏജ് ആർ എലിജിബിൾ ടു കോണ്ടസ്റ്റ് ഇൻ രാജ്യസഭ. അപ്പോൾ രാജ്യസഭയിൽ മത്സരിക്കേണ്ടുന്ന മിനിമം പ്രായം എത്രയാണ്? 30 വയസ്സ്. അപ്പോൾ 30 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് രാജ്യസഭയിലേക്കുള്ള ഇലക്ഷനിൽ പങ്കെടുക്കാം. രാജ്യസഭ ഈസ് എ പെർമനൻറ്റ് ഹൗസ്. ഇപ്പോൾ ലോക്സഭയെ അപേക്ഷിച്ച് രാജ്യസഭയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഹൗസ്. അതൊരു സ്ഥിര സഭയാണ്. അതായത് 6 വർഷമാണ് ഇതിൻ്റെ കാലാവധി. ടേം ഓഫ് ഓഫീസ് ഈസ് 6 years. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണ്? 1/3 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് റിട്ടയർ എവറി 2 years. 2 വർഷം കൂടുമ്പോൾ 3/2 ഭാഗം മെമ്പേഴ്സ് ഇതിൽ നിന്ന് റിട്ടയർ ആയി പോകും, പിരിഞ്ഞു പോകും. ആൻഡ് ഇലക്ഷൻസ് ആർ ഹെൽഡ് ടു ഫിൽ ദോസ് വേക്കൻസീസ്. അപ്പോൾ ഈ പിരിഞ്ഞു പോകുന്ന ആൾക്കാരുടെ വേക്കൻസിയിൽ വീണ്ടും ഇലക്ഷൻ നടക്കും. രാജ്യസഭ ഈസ് ചെയർഡ് ബൈ ദ വൈസ് പ്രസിഡൻറ്റ്. ഇപ്പോൾ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? വൈസ് പ്രസിഡൻ്റ് ആണ്. ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ ഈസ് 250. അപ്പോൾ മാക്സിമം സ്ട്രെങ്ത് രാജ്യസഭയുടെ 250 ആണ്. ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 550, പക്ഷേ ഇപ്പോൾ 543. Of these 238 are elected and the remaining 12 are nominated by the president. അതിൽ 238 പേരെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ബാക്കി 12 പേരെ തിരഞ്ഞെടുക്കുന്നത് നോമിനേറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റ് ആണ്. ഇറ്റ് ഈസ് ഫ്രം ദ രാജ്യസഭ ദ പ്രൊസീഡിങ്സ് ടു റിമൂവ് ദ വൈസ് പ്രസിഡൻറ്റ് ബിഗിൻസ്. ഇപ്പോൾ വൈസ് പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് രാജ്യസഭയിലാണ്. ദ രാജ്യസഭ ഈസ് വെസ്റ്റഡ് വിത്ത് ദ പവർ ടു മാൻഡേറ്റ് ദ പാർലമെൻറ്റ് ടു ക്രിയേറ്റ് ന്യൂ ഓൾ ഇന്ത്യ സർവീസ്. ഓൾ ഇന്ത്യ സർവീസിലേക്ക് വേണ്ടുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടുന്ന പവേഴ്സൊക്കെ വെസ്റ്റഡ് ചെയ്തത് രാജ്യസഭയ്ക്കാണ്. ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു നിയമനിർമ്മാണം നടക്കുന്നത് നോക്കാം. ദ പവർ ടു മേക്ക് ലോസ് ഇൻ ഇന്ത്യ ഈസ് വെസ്റ്റഡ് ഇൻ ദ പാർലമെൻറ്റ്. നിയമങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? പാർലമെൻറ്റിലാണ് നിയമനിർമ്മാണം നടക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റിനാണ് ആ പവർ നൽകിയിരിക്കുന്നത്. ദർ ആർ സെവറൽ പ്രൊസീജിയേഴ്സ് ആസ് മാൻഡേറ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫോംഡ് ഇൻ ഡ്യൂ കോഴ്സ് ആസ് വെൽ ഇൻ ദ ലെജിസ്ലേറ്റീവ് പ്രോസസ്. ഇപ്പോൾ ഒരു നിയമനിർമ്മാണത്തിൽ ഭരണഘടന പറഞ്ഞിട്ടുള്ള ചില രീതികളുണ്ട്, ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, സെവറൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു നിയമം ആവണമെന്നുണ്ടെങ്കിൽ ഭരണഘടന തന്നെ നമുക്ക് ആ പ്രൊസീജിയേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്.
ലോ മേക്കിംഗ് ഈസ് നോട്ട് ജസ്റ്റ് എ ടെക്നിക്കൽ പ്രോസസ്. ഇതൊരു ടെക്നിക്കലായിട്ടുള്ള ഒരു രീതിയല്ല. നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു പ്രക്രിയയല്ല, അല്ലെങ്കിൽ ഒരു പ്രോസസ്സല്ല. ബട്ട് ഓൾസോ എ പൊളിറ്റിക്കൽ പ്രോസസ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രോസസ് കൂടിയാണ് എന്ത്? നിയമനിർമ്മാണം. The laws are the government's response to public opinion from various corners of the society. ഒരു നിയമം എന്ന് പറയുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ്, അവരുടെ പ്രതികരണമാണ്. അതിനനുസരിച്ചിട്ടായിരിക്കും ആ സൊസൈറ്റിന് ഇവിടെ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടായിരിക്കും ഒരു നിയമം ഉണ്ടാവുന്നത്. Legislation is often enacted as part of political parties' fulfillment of election promises and to facilitate the process of administration. അപ്പം ഭരണം നല്ല രീതിയിൽ സൗകര്യപ്രദമായി കൊണ്ടുപോകുന്നതിനും ഒരു പാർട്ടിയുടെ ഇലക്ഷൻ പ്രോമിസ് ഫുൾഫിൽ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒന്നായിരിക്കും ചില സമയങ്ങളിൽ ലെജിസ്ലേഷൻ. When the cabinet gives approval for legislation, the draft of the law, that is the bill, is prepared by the officials under the supervision and instruction of the ministry concerned. അപ്പോൾ ഏത് മിനിസ്ട്രിയാണോ ഒരു ബിൽ പാസ്സാക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടത് ആ മിനിസ്ട്രിയുടെ സൂപ്പർവിഷനിൽ, അവരുടെ മേൽനോട്ടത്തിൽ ഒഫീഷ്യൽസാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്, ബിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ വേണം, സമ്മതവും വേണം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ മാത്രമേ അതൊരു നിയമമായി മാറുകയുള്ളൂ. There are various types of bills in a legislative system. ഒരു ലെജിസ്ലേറ്റീവ് സിസ്റ്റത്തിൽ പലതരത്തിലുള്ള ബില്ലുകളുണ്ട്. ബിൽ presented by the ministers is called government bill. മിനിസ്റ്റർമാരാണ് ആ ഒരു ബിൽ പ്രിപ്പയർ ചെയ്യുന്നതിൽ, പ്രസൻറ്റ് ചെയ്യുന്നതിൽ അതൊരു ഗവൺമെൻറ് ബില്ലാണ്. While a bill introduced by a member of parliament who is not a minister is called a private bill. അപ്പോൾ പാർലമെൻറ്റിൽ മെമ്പറായിട്ടുള്ള ഒരാളും അയാൾ മിനിസ്റ്റർ അല്ല എന്നുണ്ടെങ്കിൽ അയാൾ അവതരിപ്പിക്കുന്ന ബില്ലാണ് പ്രൈവറ്റ് ബിൽ. പബ്ലിക്കിൻ്റെ എക്സ്പെൻഡിച്ചർ, അതുപോലെ പബ്ലിക്കിൻ്റെ ഇൻകം, ഈ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യുന്ന ബിൽ അവതരിപ്പിക്കുക, അതാണ് മണി ബിൽ. ബിസൈഡ്സ് ബിൽസ് സ്പെസിഫിക്കലി പെർട്ടൈനിങ് ടു ദ കളക്ഷൻ ഓഫ് ഫണ്ട്സ് ഫോർ ദ പബ്ലിക് എക്സ്ചെക്കർ ആൻഡ് ടു മീറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആർ കോൾഡ് മണി ബിൽ. ഇപ്പോൾ പബ്ലിക്കിന് വേണ്ടുന്ന എക്സ്പെൻഡിച്ചറിന് വേണ്ടുന്ന ബില്ല്, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടുന്ന പണം കണ്ടെത്തുകയും അത് ഏതൊക്കെ രീതിയിൽ ചെലവഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് മണി ബിൽസ്. മണി ബിൽ ഈസ് ഇനിഷ്യലി പ്രസൻറ്റഡ് ഇൻ ദ ലോക്സഭ. മണി ബിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ് മണി ബിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത്. ബിൽസ് അതർ ദാൻ മണി ബിൽസ് ആർ കോൾഡ് നോൺ മണി ബിൽസ്. ഇപ്പോൾ മണി ബിൽ അല്ലാത്ത ബില്ലുകൾക്ക് പറയുന്നതാണ് നോൺ മണി ബിൽസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽസ് ആൻഡ് ഓർഡിനറി ബിൽസ് fall under the category of non money bills. അപ്പോൾ മണി ബിൽസ് അല്ലാതെ വരുന്ന, അതായത് നോൺ മണി ബിൽസ് ആയി വരുന്നവയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽസ്, അതായത് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ, ഓർഡിനറി ബില്ലുകളൊക്കെ. Let us familiarize with the different stages through which a bill becomes a law. എപ്പോഴാണ് ഒരു ബില്ല് ഒരു നിയമമായി മാറുന്നത് നോക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് റീഡിംഗ് ഉണ്ട്, സെക്കൻഡ് റീഡിംഗ് ഉണ്ട്, തേർഡ് റീഡിംഗ് ഉണ്ട്. ഈ 3 സ്റ്റേജസ് കഴിഞ്ഞിട്ടെങ്കിൽ മാത്രമാണ് ഒരു ബില്ല് എന്തായി മാറുന്നത്? ഒരു ലോ ആയി മാറുന്നത്. അപ്പോൾ അതിന് അവസാനം രാഷ്ട്രപതിയുടെ അനുവാദവും സമ്മതവും കൂടെ ആവശ്യമാണ്. രാഷ്ട്രപതിക്കാണ് അവസാനം നമ്മളത് സമർപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് റീഡിംഗ്. എനി ബിൽ അതർ ദാൻ എ മണി ബിൽ ഈസ് പ്രസൻറ്റഡ് ഇൻ ഐദർ ഹൗസ് ബൈ എ മിനിസ്റ്റർ ഓർ എ പ്രൈവറ്റ് മെമ്പർ. അപ്പോൾ മണി ബിൽ അല്ലാത്ത ഏതൊരു ബില്ലും ഏതെങ്കിലും ഈ രണ്ട് ഹൗസസിൽ ഏതെങ്കിലും, അതായത് രാജ്യസഭയിലോ ലോക്സഭയിലോ അവതരിപ്പിക്കപ്പെടുന്നു. ഒരു മിനിസ്റ്ററോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് മെമ്പറോ ആണ് ഇത് അവതരിപ്പിക്കുന്നത്. സെക്കൻഡ് റീഡിങ്ങിൽ അറ്റ് ദിസ് സ്റ്റേജ് ദ ബിൽ ഈസ് ഐദർ സെൻഡ് ടു എ കമ്മിറ്റി ഫോർ എക്സാമിനേഷൻ ഓർ ഡിബേറ്റഡ് വിത്തിൻ ദ ഹൗസ് ഇറ്റ് സെൽഫ്. ഒന്നുകിൽ ഈ ബില്ല് ഒരു കമ്മിറ്റിക്ക് അതിൻ്റെ എക്സാമിനേഷൻ വേണ്ടി അയക്കും, അല്ലെങ്കിൽ അവർ ഈ ഹൗസസിൽ അത് ചർച്ച ചെയ്യപ്പെടും. ചേഞ്ചസ് ഓർ അമെൻമെൻറ്റ്സ് ക്യാൻ ബി അക്സെപ്റ്റഡ് ഡ്യൂറിങ് ദിസ് സ്റ്റേജ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയിലാണ്, രണ്ടാമത്തെ റീഡിങ്ങിലാണ് അതിൽ മാറ്റം വരുത്തുന്നത്. തേർഡ് റീഡിംഗ് അറ്റ് ദിസ് സ്റ്റേജ് ദ ഹൗസ് അപ്രൂവ്സ് ഓർ റിജക്ട്സ് ദ ബിൽ. അപ്പം മൂന്നാമത്തെ വായനയിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജിൽ ഈ രണ്ട് ഹൗസസിൽ ഏതെങ്കിലും ഒന്നിലാണല്ലോ നമ്മളിത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവ ഒന്നുകിൽ അത് അപ്രൂവ് ചെയ്യും, അത് ശരി വെക്കും, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കും. വൺസ് ദ ബിൽ കംപ്ലീറ്റ്സ് ഓൾ സ്റ്റേജസ് ഇൻ ദ ഹൗസ് where it was initially introduced, the same process is being repeated in the second house. അപ്പോൾ ആദ്യം ഒരു ഹൗസിൽ ഇത് അവതരിപ്പിക്കപ്പെടും, ഈ 3 സ്റ്റേജ് കഴിയും. ആ സ്റ്റേജ് കഴിഞ്ഞ് ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഹൗസിൽ ഇതേ രീതിയിൽ തന്നെ
അവതരിപ്പിക്കപ്പെടും. ഇഫ് ബോത്ത് ദ ഹൗസസ് എഗ്രി ഓൺ ദ ഫൈനൽ വേർഷൻ ഓഫ് ദ ബിൽ ഇറ്റ് ഈസ് ദെൻ സബ്മിറ്റഡ് ടു ദ പ്രസിഡന്റ് ഫോർ അസൈൻമെൻറ്റ്. അപ്പോൾ രണ്ട് ഹൗസും അതിൽ എഗ്രി ആണെങ്കിൽ, അവ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് പ്രസിഡൻറ്റിൻ്റെ സമ്മതത്തിനായി, അസെൻറ്റിനായി നമ്മൾ സബ്മിറ്റ് ചെയ്യും. വൺസ് ദ പ്രസിഡന്റ് ഗീവ്സ് ഹിസ് ഓർ ഹെർ അസെൻറ്റ് ദ ബിൽ ഒഫീഷ്യലി ബിക്കംസ് ദ ലോ. അങ്ങനെ അവസാനം പ്രസിഡന്റ് അത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ആ ബില്ല് പിന്നീട് അതൊരു നിയമമായി മാറുന്നു. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ഭരണഘടനാ ഭേദഗതി. ഇവിടെ നമുക്ക് പേപ്പറിൽ ചില ഭരണഘടനാ ഭേദഗതികൾ തന്നിട്ടുണ്ട്, അത് നോക്കാം. അപ്രൂവൽ ഓഫ് ദ 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ദോസ് ഹു ടേൺ 18 ക്യാൻ കാസ്റ്റ് ദെയർ വോട്ട്. 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം, അത് 61ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. പ്രസിഡന്റ് അപ്രൂവ്സ് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. എഡ്യൂക്കേഷൻ നൗ ബിക്കംസ് അവർ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഇപ്പോൾ വിദ്യാഭ്യാസം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റായി മാറിയതാണ് 86ാമത്തെ ഭരണഘടനാ ഭേദഗതി. ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST came into force under the 101 amendment. 101ാമത്തെ ഭേദഗതിയാണ് GST. The constitutional amendment is the making of correction, omissions or addition to the constitution. ഇപ്പോൾ ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക, അതേപോലെ എന്തെങ്കിലും ഒഴിവാക്കുക, പുതുതായി ചേർക്കുക, അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമെൻമെൻറ്റ് പ്രോസസ് ഈസ്, അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭേദഗതി, പ്രോസസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ അലേർട്ടിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ടൈം ടു ടൈം കൺസിഡറിങ് ദ സോഷ്യോ പൊളിറ്റിക്കൽ നീഡ്സ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്, അല്ലെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ടാണ് ഭരണഘടനയിൽ ചില മാറ്റങ്ങൾ വരുന്നത്. അത് വളരെയധികം ഹെൽപ്ഫുള്ളുമാണ്. ദ പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് വെസ്റ്റഡ് വിത്ത് ദ പാർലമെൻറ്റ്. ഇപ്പോൾ പാർലമെൻറ്റിനാണ് ഒരു ഭരണഘടനയെ മാറ്റം വരുത്തുന്നതിൽ അധികാരമുള്ളത്. ആർട്ടിക്കിൾ 368 എംപവേഴ്സ് ദ പാർലമെൻറ്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ ഭേദഗതി വരുത്തുന്നതിൽ പാർലമെൻറ്റിന് പവർ നൽകുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിളാണ് 368. ദ അമെൻമെൻറ്റ് ബിൽ ഡസ് നോട്ട് റിക്വയർ ദ പ്രയർ അസെൻറ്റ് ടു ദ പ്രസിഡൻറ്റ്. അപ്പോൾ അമെൻമെൻറ്റ് ബിൽ വരുത്തുന്നതിന് മുൻകൂട്ടി പ്രസിഡൻറ്റിൻ്റെ അനുവാദം ആവശ്യമില്ല. ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ ടു ബിക്കം ദ ലോ ദ അപ്രൂവൽ ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റ് ഈസ് എസെൻഷ്യൽ. ഭരണഘടനാ ഭേദഗതി ഒരു നിയമമായി മാറണമെന്നുണ്ടെങ്കിൽ രണ്ട് ഹൗസസും അപ്രൂവ് ചെയ്യണം. അതായത് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും അതിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അതൊരു നിയമമായി മാറുകയുള്ളൂ. ദർ ഈസ് നോ സച്ച് പ്രൊസീജിയർ ആസ് എ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ് ടു റിസോൾവ് ഡിസ്പ്യൂട്ട് ഓവർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ. അപ്പോൾ രണ്ട് ഹൗസസും ആ ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ദ ജുഡീഷ്യറി ഹാസ് ദ പവർ ടു നള്ളിഫൈ എനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ലോ if it is found to be contrary to the words or meaning of the constitution. നമുക്ക് എന്തായാലും ഒരു എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്. അപ്പോൾ കാലാനുസൃതമായി അതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾക്ക് ആ മാറ്റങ്ങൾ വിലയിരുത്തപ്പെടുകയും അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഭരണഘടനയിൽ മുമ്പ് എഴുതിയിട്ടുള്ള വാക്കുകൾക്കോ അതിൻ്റെ മീനിങ്ങിനോ വിരുദ്ധമായിട്ടാണ് നമ്മളൊരു പുതിയതായി ഒരു മാറ്റം കൊണ്ടുവരുന്നതെങ്കിൽ ആ മാറ്റത്തിനെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭരണഘടനാ ഭേദഗതി വേണ്ട എന്ന് ഉറപ്പിക്കാൻ ജുഡീഷ്യറിക്ക് സാധിക്കും. അതാണ് ജുഡീഷ്യറിക്ക് അത്ര പവർ ഉണ്ടെന്ന് പറയുന്നത്. ജുഡീഷ്യറി ഹാസ് ദ പവർ ടു നള്ളിഫൈ മീൻസ് എന്താണ്, അതിനെ, ആ ഒരു വസ്തുവിനെ ഇൻവാലിഡ് ആക്കുക. അതാണ് നള്ളിഫൈ ദ എനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ലോ. ഭരണഘടനയിൽ തന്നെ മുമ്പ് എഴുതി വെച്ച ഭരണഘടനയിൽ നമ്മൾ പുതുതായി മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഇല്ലായ്മ ചെയ്യാൻ, അതായത് അത് നമ്മുടെ ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമായി വരികയാണെങ്കിൽ മാത്രം ജുഡീഷ്യറിക്ക് അതിനെ ഇൻവാലിഡ് ആക്കാൻ സാധിക്കും. അതാണ് ജുഡീഷ്യറിയുടെ പവർ. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് അമെൻമെൻറ്റ്. പലതരത്തിലുള്ള അമെൻമെൻറ്റ് ഉണ്ട്. ഫ്ലെക്സിബിൾ അമെൻമെൻറ്റ് ഉണ്ട്, റിജിഡ് അമെൻമെൻറ്റ്, മോർ റിജിഡ് അമെൻമെൻറ്റ്. ചില നിയമങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മാറ്റം വരുത്താം. ഭരണഘടനയിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. ചിലതാണെങ്കിലോ അത്ര പെട്ടെന്നൊന്നും വളരെ ഈസി ആയിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. അതിലും പ്രയാസകരമായിട്ടുള്ള അമെൻമെൻ്റ് ഉണ്ട്. അതാണ് മോർ റിജിഡ് അമെൻമെൻറ്റ്. ഇപ്പം 3 തരത്തിലാണ് മെത്തേഡ്സ് ഓഫ് അമെൻമെൻറ്റ് ഉള്ളത്.
അപ്പം നമുക്ക് നോക്കാം എന്താ ഫ്ലെക്സിബിൾ അമെൻമെൻറ്റ്. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ പേര് മാറ്റുക, അതിൻ്റെ ബൗണ്ടറി അതിൽ മാറ്റം വരുത്തുക, സിറ്റിസൺഷിപ്പിന് മാറ്റം വരുത്തുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആണ് നമ്മൾ ഭരണഘടന അല്ലെങ്കിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആണ്. അതാണ് certain provisions of the Constitution of India can be amended by the Parliament with simple majority. വളരെ കുറച്ച് മെജോറിറ്റി ആൾക്കാരുടെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ പ്രൊവിഷൻസിൽ പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഓർഡിനറി ലെജിസ്ലേഷൻ ത്രൂ സിമിലർ ഓർഡിനറി ലെജിസ്ലേഷൻ. എക്സാമ്പിൾ നെയിം ഓഫ് ദ സ്റ്റേറ്റ്സ്, ബൗണ്ടറീസ്, സിറ്റിസൺഷിപ്പ് എക്സെട്ര. ഇനി റിജിഡ് അമെൻമെൻ്റ് ആണെങ്കിലോ അതെങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, സ്റ്റേറ്റ് പോളിസി അല്ലേ. അപ്പോൾ എ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെൻറ്റ് ഈസ് റിക്വയർഡ്. ഇത്ര ആളുകൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് രണ്ട് ഹൗസസിലും ഇത്ര നമ്പർ ഓഫ് മെജോറിറ്റി വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്ന അമെൻമെൻറ്റും അതേപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഒക്കെ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ആ ഒരു മെത്തേഡാണ് റിജിഡ് അമെൻമെൻറ്റ്. ഇനി മോർ റിജിഡ് അമെൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്? എക്സാമ്പിൾസ് ആർ ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്, റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട്. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്താണ് അതിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്, കുറച്ച് റിജിഡ് ആയിട്ടുള്ള അമെൻമെൻ്റ് ആണ്. അപ്പം സം വെരി ക്രൂഷ്യൽ പ്രൊവിഷൻസ് ക്യാൻ ബി amended only with the special majority of both houses of parliament along with the approval of not less than half of the state. ഒരു സ്റ്റേറ്റിൻ്റെ പകുതിയിൽ കൂടുതൽ ആളുകൾ അതിനെ കൺസെൻറ്റ് ചെയ്യണം എന്നെങ്കിൽ മാത്രമേ, അതേപോലെ രണ്ട് ഹൗസസ് ഓഫ് പാർലമെൻറ്റിൻ്റെ രണ്ട് ഹൗസസും അതിനെ മെജോറിറ്റി അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ അമെൻമെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് മോർ റിജിഡാണ്. നമ്മുടെ ഭരണഘടന ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആണ്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കംസ് എ ലിവിങ് ഡോക്യുമെൻറ്റ് വെൻ ഇറ്റ് ഇൻകോപ്പറേറ്റ് ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം ത്രൂ അമെൻമെൻറ്റ്. അപ്പോൾ സമയങ്ങളിൽ അതിൽ ഭേദഗതി വരുത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആണ്. അതായത് മുമ്പേ എപ്പോഴോ എഴുതി വെച്ച അതേപോലെ നമ്മൾ ഫോളോ ചെയ്യല്ല, അതിൽ മാറ്റങ്ങൾ ആവശ്യമായി വരുന്ന സമയത്ത് വേണ്ടുന്ന മാറ്റങ്ങളെല്ലാം നമ്മൾ വരുത്തുന്നുണ്ട്. We are now familiar with the legislative process in the parliament. The executive is responsible for implementing the laws passed by the parliament. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവ് ആണ്. നമുക്ക് നോക്കാം എക്സിക്യൂട്ടീവ്. The executive is the branch of the government which is responsible for the implementation and administration of laws and policies. ഇപ്പം ഗവൺമെൻറ് അല്ലെങ്കിൽ പാർലമെൻറ്റ് നടപ്പാക്കുന്ന നിയമങ്ങളും നയങ്ങളുമെല്ലാം പോളിസീസും എല്ലാം പ്രാബല്യത്തിൽ കൊണ്ടുവരിക, അതായത് അത് പ്രാവർത്തികമാക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ആ കർത്തവ്യം നിർവഹിക്കുന്നതാണ് അല്ലെങ്കിൽ ആ ഡ്യൂട്ടി ചെയ്യുന്നതാണ് എക്സിക്യൂട്ടീവ്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഈ എക്സിക്യൂട്ടീവ്. ഇനി ആ എക്സിക്യൂട്ടീവിൽ പെടുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ പ്രസിഡൻറ്റ്, ദ വൈസ് പ്രസിഡൻറ്റ് ആൻഡ് ദ ക്യാബിനറ്റ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഈ എക്സിക്യൂട്ടീവിൽ പെടുന്നത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, അതേപോലെ പ്രൈം മിനിസ്റ്റർ ഹെഡായിട്ടുള്ള ക്യാബിനറ്റ് മന്ത്രിമാർ, പ്രധാനമന്ത്രിയും മറ്റ് സഹമന്ത്രിമാരും ഉൾപ്പെടുന്നതാണ്. അതുപോലെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഉൾപ്പെടുന്നതാണ് എക്സിക്യൂട്ടീവ്. Although the powers of the executive are vested with the president under the provisions of the constitution, it is exercised by the council of ministers headed by the prime minister. എക്സിക്യൂട്ടീവിൻ്റെ പവർ പ്രസിഡൻറ്റിനാണ് നിക്ഷിപ്തമെങ്കിലും വെസ്റ്റഡ് എങ്കിലും അതിൻ്റെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ആ കാര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററുമാണ്. പ്രൈം മിനിസ്റ്റർ ഹെഡായിട്ടുള്ള പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. നമുക്കിവിടെ തന്ന ചാർട്ട് നോക്കുക. എക്സിക്യൂട്ടീവ്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ പെടുന്നത് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഭരണകർത്താക്കൾ, ബ്യൂറോക്രസി, ഓൾ ഇന്ത്യ സർവീസ്, IAS, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്. അപ്പോൾ അവിടെയുള്ള ഗവൺമെൻറ് നിയമിക്കുന്ന ആളുകൾ, ഗവൺമെൻറ് ജോലിയായിട്ടുള്ളവരാണ്, പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട
ജോലി ലഭിച്ചവരാണ് പെർമനന്റ് എക്സിക്യൂട്ടീവ് പെടുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥർ. നോമിനൽ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ്, റിയൽ എക്സിക്യൂട്ടീവ് പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. നാമമാത്രമായിട്ട് നമുക്ക് പവർ നൽകിയിരിക്കുന്നത് പ്രസിഡന്റാണ്, പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നത് പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമാണ്. അതാണ് റിയൽ എക്സിക്യൂട്ടീവ്. നമുക്കൊരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നോക്കാം. ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് കൺസിസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള എക്സിക്യൂട്ടീവാണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതുപോലെ പ്രൈം മിനിസ്റ്ററും. കോൺസ്റ്റിറ്റ്യൂഷണലി ദ പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിന്റെ ഹെഡ് ആരാണ്? ഭരണഘടനാപരമായി എക്സിക്യൂട്ടീവിന്റെ ഹെഡ് പ്രസിഡന്റ് ആണ്. ബട്ട് ദ പ്രസിഡന്റ് ഹാസ് ടു ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ അഡ്വൈസ് ഗിവൺ ബൈ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഹെഡ് ആയിട്ടുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് പ്രകാരമാണ് പ്രസിഡന്റ് അവിടെ ആക്ട് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ദർ ആർ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ പ്രസിഡന്റ് ആക്ട്സ് ആസ് പെർ ഹിസ് ഓർ ഹെർ ഡിസ്ക്രിഷൻ. ഇപ്പം ചില സമയങ്ങളിൽ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ട്. നമുക്കൊരു പ്രസിഡന്റിനെ നോക്കാം. പ്രസിഡന്റ് ഈസ് ദ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് പ്രസിഡന്റ് ആണ്. An Indian citizen who has completed 35 years of age can contest in the presidential election. പ്രസിഡന്റ് ആവാൻ ഉള്ള ഇലക്ഷനിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. The president is elected by an electoral college which consists of the elected members of both houses of parliament and state legislative assemblies. ഇപ്പോൾ പാർലമെന്റിന്റെ 2 സഭകളിലും അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അടങ്ങുന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്. അവരാണ് തിരഞ്ഞെടുക്കുന്നത്. ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് ഈസ് 5 years. പ്രസിഡന്റിന്റെ കാലാവധി ചെയ്യാനുള്ള കാലാവധി 5 വർഷമാണ്. ദ ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് ഇൻക്ലൂഡ്, പ്രസിഡന്റിന്റെ ഫങ്ഷൻസ്, ഉത്തരവാദിത്തങ്ങൾ, ജോലികൾ എന്തൊക്കെയാണ്? സമ്മൺ ദ പാർലമെന്റ്, പാർലമെന്റ് വിളിച്ചുവിടുക, ലോക്സഭ പിരിച്ചുവിടുക, ഡിസോൾവ് ദ ലോക്സഭ, അപ്പോയിന്റ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്ററെ അതേപോലെ മറ്റു മന്ത്രിമാരെയൊക്കെ നിയമിക്കുക, ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് ജഡ്ജിമാരെ നിയമിക്കുക, സ്റ്റേറ്റ് ഗവർണർ നിയമിക്കുക, ഡിക്ലറേഷൻ ഓഫ് എമർജൻസി, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, ഇതെല്ലാം പ്രസിഡന്റിന്റെ ഫംഗ്ഷനാണ്. ദ പ്രസിഡന്റ് ഓൾസോ ആക്ട്സ് ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ഡിഫൻസ് ഫോഴ്സസ്. നമ്മളുടെ ഡിഫൻസ് ഫോഴ്സിന്റെ കമാൻഡർ ഇൻ ചീഫാണ് പ്രസിഡന്റ്. ദ പ്രസിഡന്റ് സബ്മിറ്റ് ഹിസ് ഓർ ഹെർ റെസിഗ്നേഷൻ ടു ദ വൈസ് പ്രസിഡന്റ്. ഈ പ്രസിഡന്റ് തന്റെ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇത് കൊടുക്കേണ്ടത് വൈസ് പ്രസിഡന്റിനാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ പ്രസിഡന്റ്, ദ വൈസ് പ്രസിഡന്റ് പെർഫോംസ് ഓൾ ദ ഡ്യൂട്ടീസ് ഓഫ് ദ പ്രസിഡന്റ്. ഇനി അഥവാ പ്രസിഡന്റ് ചില കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് അയാളുടെ ആബ്സെൻസിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ആണ്. നമുക്കടുത്തത് പ്രൈം മിനിസ്റ്ററിനെ നോക്കാം. പ്രൈം മിനിസ്റ്റർ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദ കൺട്രി. ഭരണകർത്താവാണ് ആര്? പ്രൈം മിനിസ്റ്റർ. ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദ കൺട്രി. ഈസ് ഓൾസോ ദ ലീഡർ ഓഫ് ദ പാർട്ടി. പാർട്ടിയുടെ ലീഡറുമാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡുമാണ്. ആൻഡ് ഇറ്റ്സ് അലയൻസ് വിത്ത് എ മെജോറിറ്റി ഇൻ ദ ലോക്സഭ. ഇപ്പം ലോക്സഭയിൽ മെജോറിറ്റി പാർട്ടി ഏതാണോ ജയിക്കുന്നത് അതിൻ്റെ ലീഡർ കൂടിയാണ് പ്രൈം മിനിസ്റ്റർ. It is the Prime Minister who forms the Council of Ministers and decides the members of his or her cabinet. അപ്പം പ്രൈം മിനിസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ വേണ്ടുന്ന മിനിസ്റ്റേഴ്സിനെ ഡിസൈഡ് ചെയ്യുന്നത്. ദ പ്രൈം മിനിസ്റ്റർ ഹാസ് ദ പവർ ടു ചേഞ്ച് ദ പോർട്ട്ഫോളിയോസ് ഓഫ് മിനിസ്റ്റേഴ്സ്. ഓരോ മന്ത്രിമാർക്കും ഏതൊക്കെ വകുപ്പ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതും അതിനുള്ള പവറും ആർക്കാണ്? പ്രൈം മിനിസ്റ്ററാണ്. ആൻഡ് ടു ഇൻക്ലൂഡ് ഓർ റിമൂവ് മെമ്പേഴ്സ് ഫ്രം ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള ആളുകളെ പിരിച്ചുവിടാനും പുതിയ ആളുകളെ ചേർക്കുന്നതിനുമുള്ള അധികാരവും പ്രൈം മിനിസ്റ്റർക്കാണ്. ദ പ്രൈം മിനിസ്റ്റർ ആക്ട്സ് ആസ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ പ്രസിഡന്റ്, ദ ക്യാബിനറ്റ് ആൻഡ് ദ പാർലമെന്റ്. പാർലമെന്റിനും പ്രസിഡന്റിനും ക്യാബിനറ്റിനും ഇടയിലുള്ള ഒരു കണ്ണിയായി വർത്തിക്കുന്നു, ഒരു ലിങ്കായി വർത്തിക്കുന്നു, അവർക്കിടയിലുള്ള ഒരാളായി വർത്തിക്കുന്നു ആര്? പ്രൈം മിനിസ്റ്റർ. ഇഫ് ദ പ്രൈം മിനിസ്റ്റർ ലോസസ് ഹിസ് or her majority in the Lok Sabha before the term of 5 years, he or she must submit resignation to the president. 5 വർഷത്തിനിടയിൽ
ആ ആൾക്ക് എന്തെങ്കിലും മെജോറിറ്റി വോട്ട് അല്ലെങ്കിൽ മെജോറിറ്റിയുടെ ഭൂരിപക്ഷം നഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, അയാളെ സപ്പോർട്ട് ചെയ്യാതെ വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രസിഡന്റിന് ഒരു പ്രസിഡന്റിന് ഒരു റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതായത് രാജിവെച്ച് പോരണം. പ്രസിഡന്റിനാണ് രാജി കൊടുക്കേണ്ടത്. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെൽപ്സ് ദ പ്രസിഡന്റ് ഇൻ ദ എക്സസൈസ് ഓഫ് ഹിസ് ഓർ ഹെർ ഫങ്ഷൻസ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് പ്രസിഡന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇൻ ദ എക്സസൈസ് ഓഫ് ഹെർ ഫങ്ഷൻസ്. അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് നിർവഹിക്കുന്നതിൽ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ഹെഡ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഫങ്ഷൻസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ മന്ത്രിമാരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ ഭരണം നടത്തുക. പെർഫോം അതർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് വെൽഫെയർ ഫങ്ഷൻസ് ആൻഡ് മെയിൻറ്റെയിൻ ഫോറിൻ റിലേഷൻ. മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റീവും അതുപോലെ വെൽഫെയർ ഫങ്ഷൻസ്, ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക, അതുപോലെ വിദേശ രാജ്യങ്ങളുമായി നല്ലൊരു ബന്ധം സൃഷ്ടിക്കുക. സ്റ്റിയറിംഗ് ദ ലെജിസ്ലേറ്റീവ് പ്രോസസ്. നിയമനിർമ്മാണത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഡ്രാഫ്റ്റ്സ്, ബിൽസ് ആൻഡ് ഓർഡിനൻസ്. ബില്ലുകളൊക്കെ ഫോം ചെയ്യുക, അത് ഓർഡിനൻസ് ആക്കി നിയമങ്ങളാക്കി മാറ്റുക. കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, ഒന്നിച്ചു കൊണ്ടുപോവുക. ഫോർമുലേഷൻ ഓഫ് നാഷണൽ ആൻഡ് ഫോറിൻ പോളിസീസ്. രാജ്യത്തിനകത്തും അതുപോലെ ഫോറിൻ പോളിസീസും വിദേശ നയങ്ങളുമെല്ലാം ഫോം ചെയ്യുക, ഇതിന് വേണ്ടുന്ന ഫോർമുലേഷൻ നടത്തുക. പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്. ദ ബ്യൂറോക്രസി കാരീസ് ഔട്ട് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ഗവൺമെൻറ് ആൻഡ് അസിസ്റ്റ് ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഇൻ ഫോർമുലേറ്റിംഗ് ബിൽസ് ഇൻക്ലൂഡിംഗ് ദ ബഡ്ജറ്റ്. ഇപ്പോൾ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകളൊക്കെ പ്രാവർത്തികമാക്കുക. അപ്പോൾ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കുക. വേണ്ടുന്ന ഡേ ടു ഡേ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ് പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്. ദേ ആർ സ്കിൽഡ് ആൻഡ് അക്കംപ്ലിഷ്ഡ് കാറ്റഗറി. അവർക്ക് വേണ്ടുന്ന കഴിവ് അല്ലെങ്കിൽ വേണ്ടുന്ന പ്രാക്ടീസൊക്കെ കിട്ടിയിട്ടുള്ളവരാണ്, സ്കിൽഡാണ്, അതിനുള്ള കഴിവുള്ളവരാണ്. ആൻഡ് അക്കംപ്ലിഷ്ഡ് കാറ്റഗറി ഹു വാസ് സെലക്റ്റഡ് ത്രൂ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ. പല മത്സര പരീക്ഷകളിലൂടെയാണ് ഇവർക്ക് വേണ്ടുന്ന, അല്ലെങ്കിൽ ഇവർക്ക് മത്സര പരീക്ഷകൾ എഴുതിയിട്ടാണ് ഇവർ വരുന്നത്. ആൻഡ് ട്രെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ളവരാണ്. ദേ ആർ ടേംഡ് ആസ് പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് ആസ് ദേ ഹാവ് എ ടെന്യൂർ അപ് ടു എ ഫിക്സഡ് ഏജ് ഓഫ് റിട്ടയർമെൻറ്റ്. അപ്പോൾ അവർ പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയാൻ കാരണം എന്താണ്? അവർക്കൊരു ഫിക്സഡ് ഏജ് ഉണ്ട് റിട്ടയർമെൻറ്റിന്. ആ ഏജിലാണ് അവർ റിട്ടയർ ആവുന്നത്. നെക്സ്റ്റ്, ജുഡീഷ്യറി. The judiciary is the mechanism that ensures the functions of legislative and executive in accordance with the constitution. ഇപ്പോൾ ഭരണഘടനയ്ക്ക് അടിസ്ഥാനമായി അല്ലെങ്കിൽ അതിനനുയോജിച്ച രീതിയിലുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ചെയ്യുന്നതിനും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ജുഡീഷ്യറിക്കാണ് അതിനുള്ള പവർ ഉള്ളത്. Along with protecting the rights of a citizen, it protects the constitutional values. ഭരണഘടനയുടെ വാല്യൂസ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആളുകളുടെ റൈറ്റ്സും പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും ജുഡീഷ്യറിയുടെ കീഴിൽ പെടുന്നതാണിത്. അപ്പോൾ ദ ജുഡീഷ്യറി ഈസ് നോൺ ആസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് ഭരണഘടനയുടെ പ്രൊട്ടക്ടർ, സംരക്ഷകൻ എന്ന് ജുഡീഷ്യറി അറിയപ്പെടുന്നു. ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി ഈസ് എസെൻഷ്യൽ ഫോർ എൻ എഫിഷ്യൻറ്റ് ഡെമോക്രാറ്റിക് സിസ്റ്റം. അപ്പം നല്ലൊരു രീതിയിലുള്ള കാര്യക്ഷമമായ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിന്, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതും ഇംപാർഷ്യൽ ആയിട്ടുള്ളതുമുള്ള ഒരു ജുഡീഷ്യറി. അതായത് ജുഡീഷ്യറി സ്വതന്ത്രമായിരിക്കണം, അതുപോലെ തന്നെ ഒരു പാർട്ടിക്കും വിധേയമല്ലാത്ത രീതിയിൽ, അതായത് പാർട്ടിക്ക് അനുകൂലമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന ഒരു ജുഡീഷ്യറി ആവരുത്. അതിന് സ്വന്തമായ ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, ഒരു പവർ ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ആ ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണെന്നും ഇംപാർഷ്യൽ ആണെന്നും നമ്മൾ പറയുന്നത്. സുപ്രീം കോർട്ട്. ദ സുപ്രീം കോർട്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 28 ജാനുവരി 1950. 1950 ജനുവരി 28 നമ്മുടെ സുപ്രീം കോർട്ട് നിലവിൽ വന്നത്. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടർ ഈസ് അറ്റ് ന്യൂഡൽഹി. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയാണ്. ദ റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജസ് ഈസ് 65 years. അവരുടെ റിട്ടയർമെൻറ്റ് പ്രായം എത്രയാണ്? 65 വയസ്സ് ആണ്.
The Parliament has the power to remove judges of Supreme Court before completing his or her term. ഇപ്പം 65 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ പാർലമെൻറ്റിന് ഇവരെ പിരിച്ചുവിടാനുള്ള പവറുമുണ്ട്. ഇറ്റ് ഈസ് ബിഫോർ ദ പ്രസിഡന്റ് that the Chief Justice and other judges take oath as well as submit the resignation. അപ്പോൾ അവർ സത്യപ്രതിജ്ഞ എടുക്കുന്നത് ആരുടെ മുമ്പിൽ വെച്ചിട്ടാണ്? പ്രസിഡൻ്റാണ് അത് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അതുപോലെ റിട്ടയർമെൻറ്റും അല്ലെങ്കിൽ റെസിഗ്നേഷനും സബ്മിറ്റ് ചെയ്യുന്നതും പ്രസിഡൻറ്റിനാണ്. The Supreme Court acts as the supreme interpreter of the Constitution and the guardian of fundamental rights while providing solution to various legal disputes. ഇപ്പോൾ പല തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ ഡിസ്പ്യൂട്ട്സിനുമൊക്കെ വേണ്ടുന്ന സൊല്യൂഷൻസ്, മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് സുപ്രീം കോർട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ഇൻ്റർപ്രിറ്ററാണ്. അതിനെ വ്യാഖ്യാനിക്കുന്ന ആൾ സുപ്രീം ഇൻ്റർപ്രിറ്ററാണ്. വ്യാഖ്യാനിക്കുന്ന ആൾ കൂടിയാണ് സുപ്രീം കോർട്ട്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അടിസ്ഥാന അവകാശങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഗാർഡിയൻ കൂടിയാണ്, അതിനെ സംരക്ഷകനും കൂടിയാണ്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സംരക്ഷകൻ കൂടിയാണ് സുപ്രീം കോർട്ട്. ഇനി നമുക്ക് സുപ്രീം കോർട്ടിൻ്റെ പവേഴ്സ് ഓരോന്നും നോക്കാം. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. Certain matters which can be resolved only by the Supreme Court come within the ambit of this jurisdiction. സെൻട്രൽ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വരുന്നത് സുപ്രീം കോർട്ടിൻ്റെ ഭരണ കീഴിലാണ്. അല്ലെങ്കിൽ സുപ്രീം കോർട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. Appellate jurisdiction. The Supreme Court is the highest appellate court. Therefore, it has the jurisdiction to entertain appeals against the judgment of any lower court in the country. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു കോടതിയിൽ കേസ് കൊടുത്ത് അത് എന്താ പറയുക, നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള വിധിയല്ല വന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സുപ്രീം കോർട്ടിനെ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിൽ ആ കേസ് കൊടുക്കാം. അപ്പം നമുക്കുള്ള അവസാനത്തെ ഒരു അത്താണിയാണ്, അല്ലെങ്കിൽ കേസുകൾക്കുള്ള അവസാനത്തെ എന്താ പറയുക ആളാണ് സുപ്രീം കോർട്ട്. ഇപ്പോൾ സുപ്രീം കോർട്ട് വരെ നമുക്ക് പരാതിപ്പെടാം. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. The Supreme Court has a constitutional obligation to give legal advice on any matter demanded by the President. അപ്പോൾ പ്രസിഡന്റ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ലീഗൽ അഡ്വൈസ് ചോദിക്കുകയാണെങ്കിൽ ആ വേണ്ടുന്ന ലീഗൽ സപ്പോർട്ട് അല്ലെങ്കിൽ ലീഗൽ പരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു ഉപദേശം കൊടുക്കാനും സുപ്രീം കോർട്ട് ബാധ്യസ്ഥനാണ്. റിട്ട് ജൂറിസ്ഡിക്ഷൻ. The Supreme Court has the power to issue special orders in the form of writs for the protection of fundamental rights when they are violated. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോർട്ടിന് സ്പെഷ്യൽ ഓർഡേഴ്സ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ആ സ്പെഷ്യൽ ഓർഡേഴ്സാണ് റിട്ട് എന്ന രീതിയിലാണ് സ്പെഷ്യൽ ഓർഡേഴ്സ് സുപ്രീം കോർട്ട് പുറപ്പെടുവിക്കുന്നത്. അടുത്ത ജുഡീഷ്യൽ റിവ്യൂ. Judicial review is the power of the Supreme Court to examine the constitutionality of any law made by the Parliament or the orders passed by the executive. ഇപ്പോൾ എക്സിക്യൂട്ടീവോ പാർലമെൻറ്റോ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളിൽ ഏതെങ്കിലും എന്താ പറയുക ഭരണഘടനാപരമല്ലാത്ത രീതിയിലുള്ള ഒന്നാണ് വരുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനുള്ള അധികാരം ആണ് ജുഡീഷ്യൽ റിവ്യൂ. സുപ്രീം കോർട്ടിൻ്റെ ആ ഒരു പവറാണ് ജുഡീഷ്യൽ റിവ്യൂ. If the court arrives at the conclusion that the law is inconsistent with the provisions of the Constitution, such a law is declared as unconstitutional and inapplicable. അഥവാ നമ്മുടെ കോടതി കണ്ടുപിടിക്കുകയാണ് നമ്മൾ പാസ്സാക്കിയ നിയമങ്ങളിൽ വല്ല ഭരണഘടനാപരമായിട്ടുള്ള പല ഇൻകൺസിസ്റ്റൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ശരിയല്ല, ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ളതാണെങ്കിൽ അത് എന്താണ്, ആ ഒരു ലോ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും ഇൻഅപ്ലിക്കബിൾ ആണെന്നും അത് പ്രായോഗികമല്ല എന്നും വിധിക്കാനുള്ള അവകാശം കോടതിക്കുണ്ട്. Judiciary is the most powerful force in carrying out its role as the guardian of the Constitution with its judicial review. ഈ ഒരു ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗിച്ച് ജുഡീഷ്യറിക്ക് നമ്മുടെ ഭരണഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം നൽകിയിരിക്കുന്നു. Checks and balances. Constitutionally, the powers of the government are divided into 3 branches. ഇപ്പോൾ ഭരണഘടനാപരമായി
നമ്മുടെ ഭരണഘടനാപരമായി ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ 3 ബോഡിക്കാണ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ 3 ബ്രാഞ്ചസിനാണ് നൽകിയിരിക്കുന്നത്. അവ നമ്മൾ കണ്ടു കഴിഞ്ഞു: ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. However, our constitution has taken care to ensure a reasonable mutual control, coordination and balance in the exercise of powers among them. ഈ 3 വിഭാഗങ്ങൾ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ട്, ആ 3 വിഭാഗങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ കൺട്രോൾ ഉണ്ട്, അതുപോലെ ബാലൻസ് ഇൻ ദ എക്സസൈസ് ഓഫ് പവർ, അധികാരങ്ങൾ നൽകിയിരിക്കുന്നതിലും അവിടെ ഒരു ബാലൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡയഗ്രം നോക്കുക. പാർലമെൻറ്റ് ക്യാൻ കൺട്രോൾ ദ എക്സിക്യൂട്ടീവ് ത്രൂ ബഡ്ജറ്റ് അപ്രൂവൽ ആൻഡ് ക്വസ്റ്റ്യൻ അവർ, വൈൽ ജുഡീഷ്യറി ത്രൂ ഇംപീച്ച്മെൻറ്റ്. പാർലമെൻറ്റിനെ എങ്ങനെ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാം, അതേപോലെ ജുഡീഷ്യറിക്ക് എങ്ങനെ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാം. പാർലമെൻറ്റ് ക്യാൻ കൺട്രോൾ ദ എക്സിക്യൂട്ടീവ് ത്രൂ ബഡ്ജറ്റ് അപ്രൂവൽ ആൻഡ് ക്വസ്റ്റ്യൻ അവർ. ബഡ്ജറ്റ് അപ്രൂവൽ, ക്വസ്റ്റ്യൻ അവർ, ഈ വക കാര്യങ്ങളിലൂടെ പാർലമെൻറ്റിന് എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാം. പക്ഷെ ജുഡീഷ്യറിക്കാണെങ്കിലോ ഇംപീച്ച്മെൻറ്റ് വഴി പുറത്താക്കുക, അതുവഴി ജുഡീഷ്യറിക്ക് എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ത്രൂ ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ദ ജുഡീഷ്യറി ക്യാൻ കൺട്രോൾ ദ പാർലമെൻറ്റ് എക്സിക്യൂട്ടീവ്. പാർലമെൻറ്റിനെയും എക്സിക്യൂട്ടീവിനെയും കൺട്രോൾ ചെയ്യാൻ ജുഡീഷ്യറിക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗിച്ചിട്ട് ജുഡീഷ്യറിക്ക് അത് സാധ്യമാകുന്നു. The executive actively controls the parliament and the judiciary through its powers such as the approval of bills, consideration of mercy petition and postings and transfer of judges. എക്സിക്യൂട്ടീവ് ഏതെല്ലാം കാര്യങ്ങളാണ് പാർലമെൻറ്റിനെയും ജുഡീഷ്യറിയെയും കൺട്രോൾ ചെയ്യുന്നത് നോക്കാം. ദ എക്സിക്യൂട്ടീവ് ആക്റ്റീവ്ലി കൺട്രോൾസ് ദ പാർലമെൻറ്റ് ആൻഡ് ദ ജുഡീഷ്യറി ത്രൂ ഇറ്റ്സ് പവേഴ്സ് സച്ച് ആസ് ദ അപ്രൂവൽ ഓഫ് ബിൽസ്, ബില്ലുകളുടെ അപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കൺസെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതുപോലെ കൺസിഡറേഷൻ ഓഫ് മേഴ്സി പെറ്റീഷൻ ആൻഡ് പോസ്റ്റിംഗ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ജഡ്ജസ്, ജഡ്ജസിനെ നിയമിക്കുക, അവരെ ട്രാൻസ്ഫർ ചെയ്യിക്കുക, അതുപോലെ മേഴ്സി പെറ്റീഷൻസ്, ദയ അർജിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ പരിഗണനയിൽ കൊണ്ടുവരിക. ഈ പവേഴ്സൊക്കെ എക്സിക്യൂട്ടീവിനാണുള്ളത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എൻഷ്രൈൻസ് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം and its values in the ideals of nationhood. The powers of the government is divided among the 3 branches to avoid centralization of power, prevent autocratic tendencies, and to maintain democracy. Through the branches of the government, our nation is implementing efforts to systemize ideas and aspirations of the freedom struggle and the values and visions set forth ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഭരണഘടന പ്രകാരം നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കുന്നതിനും അതുപോലെ നല്ല രീതിയിലുള്ള ഒരു എഫിഷ്യൻറ്റ് സിസ്റ്റമായി മാറുന്നതിനും പവേഴ്സ് ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ 3 ബ്രാഞ്ചസിനും ഓട്ടോക്രാറ്റിക് ടെൻഡൻസി ഉണ്ടാവാതിരിക്കാൻ വേണ്ടുന്ന ശ്രദ്ധയും നമ്മൾ കൊടുത്തിട്ടുണ്ട്.